നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കാൻ ഒരു മാസം മാത്രം ശേഷിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മോഹം നടക്കുമോ ഇല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ലോകം. നൊബേൽ സമ്മാനം നിർണയിക്കുന്ന നോർവീജിയൻ നൊബേൽ കമ്മിറ്റി ട്രംപിനെ പരിഗണിക്കുമോ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം. രണ്ടാം തവണയും US പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് ട്രംപിന് സമാധാന നൊബേൽ ആഗ്രഹം കലശലായത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊട്ടിപ്പുറപ്പെട്ട 6ഓളം യുദ്ധങ്ങൾ ട്രംപിന്റെ ഇടപെടലിലൂടെ ഇല്ലാതായി എന്നതാണ് നൊബേലിന് അമേരിക്കൻ പ്രസിഡന്റിനെ ഉയർത്തിക്കാട്ടുന്നവരുടെ പ്രധാന വാദം. ട്രംപും ഒളിഞ്ഞും തെളിഞ്ഞും ഈ വാദം ഉന്നയിക്കാറുണ്ട്. അതേസമയം ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷവും ഇനിയും അവസാനിക്കാത്ത ഗാസ-യുക്രൈൻ സംഘർഷങ്ങളും ഈ പട്ടികയിൽ പെടുന്നുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സുന്ദൂറിൽ ട്രംപിന്റെ ഇടപെടൽ ഇന്ത്യ പലയാവർത്തി പരസ്യമായി തള്ളിയിരുന്നു. ഒട്ടേറെ രാജ്യങ്ങളിലെ ഭരണാധികാരികളും നൊബേലിന് ട്രംപ് അർഹനാണെന്ന് ഇതിനകം പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. എന്നാൽ മാധ്യമ പ്രാധാന്യം നേടുന്നതടക്കമുള്ള കാര്യങ്ങൾ നൊബേൽ നിർണയ തീരുമാനങ്ങളിൽ യാതൊരു സ്വാധീനവും ചെലുത്തുന്നില്ലെന്ന് നൊബേൽ പുരസ്കാരം നിർണയിക്കുന്ന നോർവീജിയൻ കമ്മിറ്റിയുടെ സെക്രട്ടറി ക്രിസ്റ്റ്യൻ ബർഗ് ഹാർപ്പിക്കൻ പറഞ്ഞു. നൊബേൽ പുരസ്കാര ജേതാവിനെ ഒക്ടോബർ 10-നാണ് പ്രഖ്യാപിക്കുന്നത്. നൊബേൽ പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നതല്ല, പുരസ്കാരം നേടുന്നതാണ് വലിയ നേട്ടമെന്നും രാജ്യാന്തര വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ ബർഗ് ഹാർപ്പിക്കൻ പറഞ്ഞു. നേപ്പാൾ പ്രക്ഷോഭത്തിനിടെ ഹോട്ടലിലെ 4-ാം നിലയിൽ നിന്ന് കർട്ടനിൽ തൂങ്ങിയിറങ്ങുന്നിടെ പിടിവിട്ടു വീണ് ഇന്ത്യക്കാരിക്ക് ദാരുണാന്ത്യം. ഭർത്താവ് രംബീർ സിംഗിനൊപ്പമാണ് ഈ മാസം 7-ന് രാജേഷ് ഗോല കഠ്മണ്ഡുവിലെത്തിയത്. 9-ന് പ്രക്ഷോഭകാരികൾ ഹോട്ടലിന് തീയിട്ടപ്പോൾ രക്ഷപ്പെടാനായി അവർ 4-ാം നിലയിൽ നിന്ന് കർട്ടനിൽ തൂങ്ങി താഴേക്കിറങ്ങാൻ ശ്രമിച്ചു. ഭർത്താവ് അവരെ സഹായിക്കുകയും ചെയ്തു. എന്നാൽ പിടിവിട്ടു വീണുപോയി. ആശുപത്രിയിലെത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. നേപ്പാൾ പ്രക്ഷോഭത്തിൽ ജീവൻ നഷ്ടമായ ഏക ഇന്ത്യക്കാരി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്നുള്ള ദമ്പതികൾ കഠ്മണ്ഡുവിലെ പശുപതിനാഥ് ക്ഷേത്രം സന്ദർശിക്കാനാണ് പോയത്. ദുരന്തമുണ്ടായി 3-ാം ദിവസം ഭാര്യയുടെ മൃതദേഹവുമായി ഇന്നലെയാണ് രംബീർ സിംഗിന് സ്വദേശത്തേക്ക് മടങ്ങാനായത്. ആംബുലൻസിൽ UPയിലെ സൊനൌലി അതിർത്തി വഴി മൃതദേഹം ഗാസിയാബാദിലെത്തിച്ചു. നേപ്പാളിനെ പിടിച്ചുകുലുക്കിയ ജൻസി പ്രക്ഷോഭത്തിൽ 51 പേർക്ക് ജീവൻ നഷ്ടമായെന്നും നേപ്പാൾ പോലീസ് അറിയിച്ചു. 36 പേർ കഠ്മണ്ഡുവിലും 17 പേർ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുമാണ് മരിച്ചത്. 1700 പേർക്ക് പരുക്കേറ്റു. തിങ്കളാഴ്ച പാർലമെന്റ് സമുച്ചയത്തിനുള്ളിൽ പോലീസ് നടത്തിയ വെടിവയ്പിൽ കൊല്ലപ്പെട്ട 19 പേരും വിദ്യാർത്ഥികളാണ്. മൃതദേഹങ്ങൾ ഇന്നലെ മുതലാണ് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ തുടങ്ങിയത്. സ്ഥിതി ശാന്തമായ കഠ്മണ്ഡുവിൽ ഇന്നലെ കടകൾ തുറന്നു, ഗതാഗതം പുനരാരംഭിച്ചു. പ്രക്ഷോഭം കനത്തതോടെ പിന്മാറിയ പോലീസ് ഉദ്യോഗസ്ഥരും ഇന്നലെ സ്റ്റേഷനുകളിൽ തിരിച്ചെത്തി. കഠ്മണ്ഡു സന്ദർശനം കഴിഞ്ഞ് മടങ്ങിവരികയായിരുന്ന ഇന്ത്യൻ ടൂറിസ്റ്റ് ബസിന് നേരെയും കല്ലേറുണ്ടായി. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ സൊനൌലിയിൽ 9-നാണ് UPയിൽ നിന്നുള്ള യാത്രാസംഘത്തിന് നേരെ ആക്രമണമുണ്ടായത്. പരുക്കേറ്റവരെ കഠ്മണ്ഡുവിലെ ആശുപത്രിയിലാക്കി. ഇന്ത്യൻ എംബസി ഇടപെട്ട് പ്രത്യേക വിമാനത്തിൽ മറ്റു യാത്രക്കാരെ മടക്കി അയച്ചു. ആക്രമണ സംഭവങ്ങളിൽ ഹോട്ടൽ മേഖലയ്ക്ക് 2500 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് റിപ്പോർട്ട്. നേപ്പാളിലെ 2 ഡസനോളം പ്രമുഖ ഹോട്ടലുകളാണ് തകർക്കപ്പെട്ടത്. ഹിൽട്ടൺ ഹോട്ടലിൽ മാത്രം 800 കോടിയുടെ നഷ്ടമുണ്ടെന്ന് ഹോട്ടൽ അസോസിയേഷൻ നേപ്പാൾ പറഞ്ഞു. നേപ്പാളിൽ കുടുങ്ങിയ വിദേശികൾക്ക് നാട്ടിൽ മടങ്ങാൻ നേപ്പാൾ പ്രത്യേക സംവിധാനമൊരുക്കി. വിസ കാലാവധി തീർന്നവർക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനവുമായി ബന്ധപ്പെട്ട വിഷയം സിവിൽ കോടതിയിലാണ് ഉന്നയിക്കേണ്ടതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. കഴകം നിയമനം പാരമ്പര്യാവകാശമാണോ, കഴകം എന്നത് ആചാരപരമായ പ്രവൃത്തിയാണോ അല്ലയോ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സിവിൽ കോടതി തീരുമാനിക്കേണ്ടതാണ്. ഹർജിക്കാർക്ക് സിവിൽ കോടതിയെ സമീപിക്കാം. അതേസമയം കഴകം തസ്തികയിൽ കൂടൽമാണിക്യം ദേവസ്വം നടത്തിയ നിയമനം സിവിൽ കോടതിയുടെ വിധിക്ക് വിധേയമായിരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. കഴകം ജോലിയിൽ പാരമ്പര്യാവകാശം ഉന്നയിച്ച് തെക്കേവാരത്തെ TV ഹരികൃഷ്ണൻ നൽകിയതുള്ളടക്കെ ഹർജികൾ തീർപ്പാക്കിയാണ് ജസ്റ്റിസുമാർ അനിൽ K നരേന്ദ്രൻ, S മുരളീകൃഷ്ണൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. വിഷയത്തിന്റെ വിപുലമായ നിയമവശങ്ങളിലേക്ക് കടക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. കഴകം ജോലി ആചാരപരമായ പ്രവൃത്തിയാണെങ്കിൽ തേമൃതതന്ത്രി ഉൾപ്പെട്ട സമിതിയാണ് നിയമനം നടത്തേണ്ടതെന്ന് ദേവസ്വം നിയമത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും കോടതി പറഞ്ഞു. ക്ഷേത്രാചാരങ്ങളിലും ആത്മീയ കാര്യങ്ങളിലും തന്ത്രിയാണ് അവസാന വാക്ക്. കഴകം ജോലിയുടെ സ്വഭാവം സംബന്ധിച്ച തെളിവുകൾ പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ടത് സിവിൽ കോടതിയാണെന്നും കോടതി പറഞ്ഞു. 3 കുടുംബങ്ങൾക്കായിരുന്നു കൂടൽമാണിക്യം ദേവസ്വം ക്ഷേത്രത്തിലെ കഴകം ജോലിയുടെ ചുമതല. ഇതിൽ 2 കുടുംബങ്ങൾ ഇത് കൂടൽമാണിക്യം ദേവസ്വത്തിന് വിട്ടു നൽകി. ഇക്കാര്യത്തിൽ ഹർജിക്കാരുടെ കുടുംബം ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പ് ഉന്നയിച്ചിരുന്നോ എന്നതടക്കം പരിഗണിക്കേണ്ടതുണ്ടെന്ന് കോടതി വിലയിരുത്തി. റാങ്ക് ലിസ്റ്റിൽ നിന്ന് ദേവസ്വം നടത്തിയ നിയമനത്തിൽ ഇടപെടാതെ നിയമനം സിവിൽ കോടതിയുടെ അന്തിമ വിധിക്ക് വിധേയമാകുമെന്ന് വ്യക്തമാക്കിയാണ് ഹർജി തീർപ്പാക്കിയത്. റാങ്ക് ലിസ്റ്റിൽ 1-ാം പേർക്കാരനായ BA ബാലു രാജിവെച്ചൊഴിവിൽ ചേർത്തല സ്വദേശി KS അനുരാഗിനെ നിയമിച്ചിരുന്നു. ഈഴവ സമുദായം അംഗമായ ബാലു ജോലിക്കെത്തിയതിൽ ചിലർ എതിർപ്പുന്നയിച്ചതിനു പിന്നാലെ വിഷയം ഹൈക്കോടതിയിലെത്തുകയായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 6 തന്ത്രിമാരും നിയമനത്തിന് അഡ്വൈസ് മെമ്മോ ലഭിച്ച് കാത്തിരിക്കുന്ന അനുരാഗും ഹർജിയിൽ കക്ഷി ചേർന്നിരുന്നു. ലഹരി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ റിൻസി മുംതാസിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. MDMA കൈവശം വെച്ചെന്ന പേരിലായിരുന്നു റിൻസി അറസ്റ്റ് ചെയ്തത്. എന്നാൽ പിടികൂടിയത് MDMA അല്ല, മെത്തഫെറ്റമിൻ ആണെന്നായിരുന്നു പരിശോധനാ ഫലം.
പിടികൂടിയ ലഹരി വാണിജ്യ കുറവാണെന്നതും പരിഗണിച്ചാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് ജാമ്യം അനുവദിച്ചത്. ഈ കഴിഞ്ഞ ജൂലൈ 9-നാണ് കൊച്ചി പാലച്ചൂടുള്ള ഫ്ളാറ്റിൽ നിന്ന് റിൻസിയും സുഹൃത്ത് യാസിർ അറാഫത്തും അറസ്റ്റിലായത്. അന്നു മുതൽ റിമാൻഡിലായിരുന്നു റിൻസി. 20.55 ഗ്രാം MDMA പിടിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ കേസ്. എന്നാൽ പ്രോസിക്യൂഷൻ വാദം തെറ്റാണെന്നും താൻ ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുമാണ് റിൻസി വാദിച്ചത്. ജൂലൈ 9 മുതൽ കസ്റ്റഡിയിലാണെന്നും അതിനാൽ ജാമ്യത്തിന് അർഹതയുണ്ടെന്നും റിൻസി വാദിച്ചു. ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർത്തു. മെത്തഫെറ്റമിനായിരുന്നാലും വാണിജ്യ അളവിൽ കുറവായതിനാലും NDPS വകുപ്പ് 37 കേസിൽ ബാധകമാകില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. വകുപ്പ് 37 ജാമ്യമില്ല കുറ്റമാണ്. ഹർജിക്കാരി ജൂലൈ 9 മുതൽ കസ്റ്റഡിയിലാണെന്നതും വിചാരണ അടുത്തൊന്നും തുടങ്ങാൻ സാധ്യതയില്ല എന്നതും കാരണങ്ങളാൽ കഴിവിക്കിയിട്ടുള്ള ഉദിസ്ഥാനത്തിലാണ് ജാമ്യം അനുവദിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. സിനിമാ പ്രചാരണ മേഖലയിൽ സജീവമായിരുന്ന റിൻസിക്ക് പല ചലച്ചിത്ര പ്രവർത്തകരുമായി ബന്ധമുണ്ട് എന്നതുകൊണ്ട് തുടക്കത്തിൽ അന്വേഷണം ഈ വഴിക്ക് നീങ്ങിയിരുന്നു. എന്നാൽ എന്റെ പക്കൽ നിന്ന് ലഹരിമരുന്ന് പിടിച്ചെടുത്തിട്ടില്ല എന്നും താൻ നിരപരാധിയാണെന്നുമായിരുന്നു തുടക്കം മുതൽ റിൻസിയുടെ നിലപാട്. ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് യുവാവിനെ തലക്കടിച്ച് കൊല നടത്തിയ കേസിൽ പ്രതിക്ക് ജീവപര്യന്ത കഠിന തടവും 1 ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു. തിരുവനന്തപുരം ജില്ലയിൽ മംഗലപുരം വേലൂർ സ്വദേശി ജയകുമാറാണെന്നും 40-മായിരുന്ന പ്രതി സജീർ ബാറ്റ് കൊണ്ടടിച്ച് കൊലപ്പെടുത്തിയത്. 2008-ലാണ് ജയകുമാർ കൊല്ലപ്പെട്ടത്. ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് പുൽക്കൂട് നിർമ്മിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആക്രമണം. ജയകുമാർ കളിയാക്കിയതാണ് സജീറിനെ പ്രകോപിപ്പിച്ചത്. സമീപത്തെ യങ് മെൻസ് ക്ലബ്ബിൽ സൂക്ഷിച്ചിരുന്ന ക്രിക്കറ്റ് ബാറ്റ് എടുത്തുകൊണ്ടുവന്ന സജീർ ജയകുമാറിന്റെ തലക്ക് അടിക്കുകയായിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയായിരുന്നു ജയകുമാർ മരണപ്പെട്ടത്. തിരുവനന്തപുരം 5ാം അഡീഷണൽ സെഷൻ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. റഷ്യൻ എണ്ണ ഇറക്കുമതി തുടരുന്ന ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ 100% തീവേർ ചുമത്തണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം പരിഗണിക്കാതെ യൂറോപ്യൻ യൂണിയൻ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമാക്കാനുള്ള ചർച്ചകൾ തുടരുമ്പോഴാണ് ട്രംപിന്റെ ആവശ്യം. ഇതേ ആവശ്യം ട്രംപ് G7 രാഷ്ട്രങ്ങളോടും ഉന്നയിച്ചെങ്കിലും പരിഗണിച്ചിട്ടില്ല. ട്രംപിന്റെ നീക്കം പാളിയത് ഇന്ത്യക്ക് വൻ നേട്ടവുമായാണ് വിലയിരുത്തപ്പെടുന്നത്. മോദി നല്ല ചങ്ങാതിയാണെന്നും ഇന്ത്യയുമായി വ്യാപാര കരാർ വൈകാതെ സാധ്യമായേക്കുമെന്നും ഒരു വശത്ത് ട്രംപ് പറഞ്ഞെങ്കിലും മറുവശത്ത് ഇന്ത്യക്കെതിരെ തിഴവയുദ്ധം കടുപ്പിക്കുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട്. ഇന്ത്യക്ക് മേൽ 50% തീവേരി പ്രഖ്യാപിച്ച തന്റെ തീരുമാനം ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം വഷളാക്കിയതെന്ന് ഇതിനിടെ ഒരു US മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് സമ്മതിച്ചു. ഇന്ത്യ റഷ്യൻ എണ്ണയുടെ വലിയ കസ്റ്റമറാണ്. അതുകൊണ്ടാണ് ഞാൻ തീവേരി പ്രഖ്യാപിച്ചത്. അതത്ര എളുപ്പമുള്ള തീരുമാനമായിരുന്നില്ല. പക്ഷെ ഞാനത് ചെയ്തുപോയി. ഇന്ത്യയുമായുള്ള ബന്ധം ഇപ്പോൾ മോശമാണ് എന്നും ട്രംപ് പറഞ്ഞു. പുതിന യുദ്ധത്തിന് എണ്ണ വൻതോതിൽ വാങ്ങി ഫണ്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്നാണ് US നിരന്തരം ആരോപിക്കുന്നത്. ട്രംപും അദ്ദേഹത്തിന്റെ വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നെവാരയും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യക്കെതിരെ കടുത്ത വിമർശനം തൊടുക്കുമ്പോഴും റഷ്യൻ എണ്ണ വൻതോതിൽ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ. ഓഗസ്റ്റിൽ 310 കോടി രൂപയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി ഇന്ത്യ നടത്തി. ഇറക്കുമതിയിൽ ചൈനയുടെ തൊട്ടടുത്തെത്താൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു കാര്യം. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ ഉപഭോക്താവായ ചൈന കഴിഞ്ഞ മാസം ചെലവഴിച്ചത് 330 കോടി രൂപയാണ്.